ഹലോ ഗായ്സ്, നമ്മൾ ക്രാഫ്റ്റ് വേൾഡിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ രണ്ട് വീഡിയോ നമ്മൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ് ഇവിടെ തുടക്കം വെച്ചപ്പോൾ തന്നെ നമ്മൾ പ്ലേ കൊടുത്ത് MJD പ്രൈമിലേക്ക് വന്നു. അവിടെ നമ്മൾ ഒരു റിവർ ഉണ്ടാക്കിയിരുന്നു മേലെ നടിയിലേക്ക്. നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മൾ കട്ടയാണെന്ന് കരുതി നമ്മളിവിടെ പൊളിച്ച് നോക്കിയപ്പോൾ നമ്മളെ സീക്രട്ട് റൂമല്ല. നമ്മൾ പോയി നോക്കുകയാണ് ഒന്നും കൂടി. നമ്മൾ സീക്രട്ട് റൂമും നമ്മൾ ബോർഡും MJD പ്രൈം എന്ന നമ്മുടെ ചാനലിൻ്റെ പേരുള്ള ഒരു ഹൗസ് എന്ന് പറയുന്നുള്ളതും പക്ഷെ അങ്ങനെ നമ്മൾ കണ്ടെത്തി. നമ്മൾ സ്റ്റിക്ക് കൊടുത്തു, സ്റ്റിക്ക് രാത്രിയൊക്കെ അറിയാൻ വേണ്ടി. ഗൈസ് ഇതാണ് അവസ്ഥ. ഒന്ന് പോയി നോക്കാം. ഇവിടെയാണ് തോന്നുന്നു എൻ്റെ ഗൈസ്. ഇവിടെ പൊളിച്ചു നോക്കിയപ്പോൾ ഇവിടെ അല്ല ഗൈസ്. ഇവിടുത്തെ പൊളിച്ചു നോക്കിയപ്പോൾ ഗൈസ് നമ്മൾ കോണിപ്പടി കണ്ടു. കോണിപ്പടി ഞങ്ങൾ ഭാഷയിൽ പറയുന്നതാണ് ഗൈസ്. നമ്മൾ ഇതിലോട്ട് പോവുകയാണ്. നമ്മൾ സീക്രട്ട് റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ മേലെ നോക്കിയ ബോർഡ് നോക്കിയപ്പോൾ പേര് കറക്റ്റ് കണ്ടില്ല. നമ്മൾ ഇതാ വന്നപ്പോൾ ഇവിടെ മാറ്റങ്ങൾ കണ്ടു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മാറ്റം കാണാം. വെച്ചാൽ നമ്മൾ ഇവിടെ ഇതിനെ ഫുള്ള് ഇവിടെ മറിച്ചിട്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിശക്തമായി നമ്മളെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് നമ്മളൊക്കെ പൊളിച്ച് സെറ്റപ്പാക്കി. നമ്മളിവിടെ കുറേ സീക്രട്ട് റൂമുകൾ ഉണ്ടാക്കിയത്. കാരണം മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുമല്ലോ. അതുകൊണ്ട് ഇവിടെ കുറേ സീക്രട്ട് റൂമുകൾ ഉണ്ടാക്കി. ഇവർക്ക് കുറേ ഉണ്ടാക്കാൻ കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു. നമ്മളെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയാണ് സഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പ്ലാൻ. അപ്പം നമ്മൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ വാട്സപ്പിൽ നമ്പറൊക്കെ നമുക്ക് കൊടുക്കാം. ഒരാൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ് ഇതാ ഈ ഡോറ് തിരിഞ്ഞിട്ടാണല്ലോ ഉള്ളത്. നമ്മൾ ശരിയാക്കാം ലാസ്റ്റ്. ഗായ്സ് നമ്മൾ സീക്രട്ട് റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുതിയത് ഉണ്ടാക്കിയത് ഇവിടെ കുറേ ഉള്ളിലോട്ട് പോയി കുറേ റൂമുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലൊരു കിച്ചൺ നമുക്ക് തയ്യാറാക്കാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ പോയപ്പോൾ നമ്മളോട് കണ്ടല്ലോ ഗായ്സ്. ഇവിടെ തലയില്ലല്ലോ ഗായ്സ്. ഇവിടെ കോണിപ്പടി കണ്ടപ്പോൾ സ്റ്റെപ്പ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ നമ്മുടെ സ്ഥലം ഗായ്സ്. നമുക്ക് ഇവിടെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ഇവിടെ സെറ്റപ്പ് ആകാനുണ്ട്. അതായത് നമ്മൾ ഈ ഫ്ലോറിൽ നിന്നാണ്, ഈ ഒരു റൂമിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ പൊളിച്ച് അവിടെ ഒരു ലൈബ്രറി സെറ്റപ്പ് ആക്കാനാണ് അവിടെ HMRമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ലൈബ്രറിൻ്റെ ഒരു നോക്കാം. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളം ഗായ്സ്. ഇവിടെ വാട്ടർ നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു പോയില്ല. ഇവിടെ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഗായ്സ് ഇവിടെ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് പോയി. വെള്ളം കൊണ്ടത് പോയി എന്ന് തോന്നുന്നു. ഗായ്സ് നമുക്ക് ഒരു ബെഡ് എടുക്കാനുണ്ട്. ബെഡ് നമ്മൾ റെഡ് ബെഡാണ് ഉദ്ദേശിക്കുന്നത്. ഗായ്സ് ഇവിടെ ഒരു ബെഡ് ഫിറ്റ് ചെയ്യുകയാണ്. ബെഡിന് ശേഷം നമ്മളിവിടെ കാർപ്പറ്റ് ഫുള്ളായിട്ട് ഒന്നുകൂടി വിരിക്കാറുണ്ട്. ഫുള്ള് വിരിച്ചിരുന്നു. അതൊക്കെ വേണ്ടുകൊണ്ട് വാട്ടർ അറ്റാക്ക് കാരണം കഷ്ടപ്പെട്ടു. ഇനി ഇവിടെ അതൊക്കെ നമ്മൾ ക്രിയേറ്റീവ് ആയതുകൊണ്ടാണ്. സെർവറിലാണെങ്കിൽ നമുക്ക് കഴിയില്ല. ക്രാഫ്റ്റ് വേൾഡാണ്. ക്രാഫ്റ്റിലായാലും തന്നെയാണ് ആദ്യം കളിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്കും വെച്ച് ലൈറ്റിൽ ഇവിടെ ഫുള്ള് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഫ്രെയിമിൻ്റെ ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫ്രെയിം ഫുള്ളായതിനു ശേഷം നമ്മൾ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഫ്രെയിം സെറ്റാക്കി. അപ്പോൾ ഇതിനുള്ളിലേക്ക് പോയി ഇവിടെ സെറ്റപ്പ് ആക്കാനുള്ള പ്ലാനാണ്. ഇത് കുറച്ച് ലോങ് ആയി പോയി അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഫ്രെയിം സെറ്റപ്പ് ആക്കുകയാണ്. ഇവിടെ ഫ്രെയിമുകളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ റൂം സെറ്റപ്പ് ആക്കും. അതിന് ഫ്രെയിമൊക്കെ നമ്മൾ ശരിയാക്കാം. ഇതിൻ്റെ അടുത്ത് പോയി ശരിയാക്കണം. ശരിയാവുന്നില്ല. നമ്മളിപ്പോൾ ഫ്രെയിമുകളൊക്കെ വെക്കുകയാണ്. ഫ്രെയിമിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ബെഡ് ആൻഡ് മസ്റ്റ് ഇരിക്കുന്ന ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ബെഡ് നിർബന്ധമാണ്. ഓരോ മൾട്ടിപ്ലെയർ കളിക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരും. നമ്മൾ കസിൻസിൻ്റെ കൂടെ കളിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ബെഡ് ഫിറ്റ് ചെയ്ത് ഗൈസ് മൗസ് പോയിന്റിലൂടെ ആദ്യം ചെയ്തൊരു മൗസ് യൂസ് ചെയ്യലുണ്ട്. മൗസ് യൂട്യൂബിന് വേണ്ടിയൊക്കെ നമ്മൾ വേങ്ങിയതായിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു കാർപ്പറ്റ് നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ കാർപ്പറ്റ് വിരിക്കുകയാണ്.
നമ്മൾ വിരിച്ചതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ടാണ് വന്നത്. കിച്ചണിൽ എന്നിട്ട് അവിടെ അടുപ്പും സ്റ്റോറേജറും വെച്ചു. നമുക്കൊക്കെ സ്റ്റോർ റൂം ഇവിടെ വീട്ടിൽ വേറെ വേറെ ഉണ്ടാക്കുന്നത് ഒറ്റൊരു സ്റ്റോർ റൂം പരിപാടി. അപ്പോൾ നമ്മളിനി ഇവിടെ ഒരു ടേബിളും അടിയത്തെ ഫ്ലോറിലാണ്. അപ്പോൾ അടിയത്ത് വരുന്നത് നമ്മൾ വീഡിയോ ഓൾറെഡി ലോങ് ആണ്, അപ്പോൾ കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ടേബിള് സോഫ നമ്മൾ സോഫ എടുത്ത് ഇവിടെ സോഫ വെച്ചു. ഇതിൻ്റെ മുകളിൽ ടേബിൾ ഒന്നും കൂടി റെഡിയാക്കാനുണ്ട്. ടേബിൾ റെഡിയാക്കി ഗൈസ്. ടേബിൾ ഫുള്ളാക്കി റെഡിയാക്കി ശേഷം നമ്മൾ ഈ അതിന് ഉള്ളിൽ നിൽക്കുന്ന ഈ റൂം നമ്മൾ സെറ്റ് ആക്കാറുണ്ട്. ഇവിടെ ഒരു ടേബിളാണ് സോഫ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഈ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓരോരോ ഭാഗങ്ങളാക്കി നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഡോറ് നമ്മൾ ശരിയാക്കുന്നത്. അത് ശരിയാക്കി ഇവിടെ ഒരു സോഫ സെറ്റപ്പും ചെയ്തു. ഇതിനുള്ളിൽ ഫ്രെയിമിൻ്റെ ഒരു ചെറിയൊരു വർക്ക് കൂടി കഴിഞ്ഞിട്ട് ഒരു ലൈബ്രറി ഇപ്പോൾ അവിടെ വിചാരിക്കുന്ന ലൈബ്രറി കൊടുത്ത് കുറച്ച് ഫ്രെയിം അവിടെ വെച്ചുകൊടുക്കാം. ഫ്രെയിം നമ്മൾ വെച്ചുകൊടുക്കുകയാണ്. ഫ്രെയിം കാഴ്ച അവിടെ വെച്ചുകൊടുത്തു, കുറച്ചൊക്കെ വെച്ചു, ഫുള്ളായിട്ട് വെക്കുകയാണ്. പക്ഷെ അവിടെ ഫുള്ള് വെച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടേബിൾ സോഫയിൽ നമുക്കൊരു കുറച്ച് ഫ്രെയിം ഇവിടെയും കൊടുക്കാം. ത്തിന് മുകളിലാവില്ല എന്ന് തോന്നുന്നു. അത് ടേബിളാണല്ലോ, മുകളിലാവില്ല. ഇതൊക്കെ നമ്മൾ ബാക്കി ചെയ്യുകയാണ്. ബാക്കി ചെയ്ത് കഴിച്ച് അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് അടുത്ത റൂമിലേക്ക് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇത് ഈ ഡോർ അവിടെ കിടക്കണം. അടിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ അറ്റാക്ക് ഉണ്ടാകും. എവിടുന്നായിരുന്നു നമ്മൾ അറിയില്ല. ഇവിടുത്തെ ഇത് നമ്മൾ അടുത്തൊരു എന്ന് പറയാം ഒരു ഫ്ലോറല്ല, ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു ബെഡ് കൊടുത്തു. ബെഡ് കൊടുത്തതിന് ശേഷം ഒരു റെഡ് കൂടാൻ കാരണം LDF ആയതുകൊണ്ടൊന്നുമല്ല. റെഡ് ബെഡ് ആരും കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയത്. നമ്മളവിടെ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. സ്റ്റിക്ക് വിളിച്ചവിടെ ലൈബ്രറി സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത് അവിടെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റി ഒരു സ്റ്റിക്കും വെച്ച് ലൈബ്രറിയും സെറ്റപ്പാക്കി. നമുക്ക് വേണ്ടത് അടുത്ത റൂമാണ്. അടുത്ത റൂമിൽ ഈ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചെറിയ ഒരു വീടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മളിത് ഈ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതിനാണ്, അപ്പോൾ വലുതാക്കുന്നതാണ്. ഇവിടെയൊക്കെ നമ്മൾ ഒരു ചെറിയ ലൈബ്രറി സെറ്റപ്പാണ്. ലൈബ്രറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വായിക്കാൻ കഴിയുന്നെങ്കിലും അതിൻ്റെ ഒരു സെറ്റപ്പ് അതെനിക്ക് ഇഷ്ടം. ഇവിടെ നമ്മൾ കാർപ്പറ്റ് വിരിച്ച് ഒരു സാധനങ്ങളൊക്കെ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കാർപ്പറ്റ് വിരിച്ചത്. കാർപ്പറ്റ് വിരിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് അവിടെ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വർക്കാവില്ല. ഒരൊറ്റ ചെറിയൊരു ഫ്രെയിമിൻ്റെതും എന്നിട്ട് നമ്മൾ ഈ കാർപ്പറ്റ് ഇവിടെ വന്നു. അത് റെഡിയാക്കി അവിടെ ഒരു ബെഡ് നമുക്ക് സെറ്റപ്പ് ആക്കാനുണ്ട്. ആ ബെഡിന് ശേഷം അവിടെ ഒരു ഇരിക്കാനുള്ളൊരു ചെറിയൊരു സോഫ നമ്മളവിടെ കൊടുക്കും. അവിടെ കൊടുത്തതിന് ശേഷം ഈ അടുത്ത റൂമിലേക്ക് പോകാൻ ഈ ഡോറ് അടക്കണം. ഡോറടക്കുന്നു ശേഷം അടുത്ത റൂമിൽ ആദ്യത്തെ റൂമുകളൊക്കെ നമ്മൾ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യും. അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ക്രാഫ്റ്റ് വേൾഡിൽ എന്തൊക്കെ ഇനി എനിക്കറിയാത്ത ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കമൻറ്റ് ചെയ്താൽ മതി. ഈ കമൻറ്റിൽ നമ്മൾ പറയുകയാണ്, നമ്പർ വിടാൻ പറയുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് കോൺടാക്റ്റ് ഉണ്ട്. അതിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ഗെയിം ചെയ്താൽ അതൊക്കെ പറഞ്ഞു തരാൻ കഴിയും. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കസിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പറയാൻ വിട്ടതാണ്. അവൻ പറഞ്ഞിരുന്നു അവനെന്തിന് ഫിഫ ഗെയിംസ് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് വീഡിയോ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മളത് പറഞ്ഞിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. വരുമ്പോൾ വേണ്ടപ്പെട്ട ഒരാളാണ് പൊതുവെ. ശരി, പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്. അപ്പോൾ മറ്റു കസിൻസിനെ പോലെ അല്ല നമ്മളൊരു അത്ര ബന്ധമുണ്ടപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഫുൾ സെറ്റാക്കി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന് ശേഷം ഇവിടെ ഒരു കട്ട മിസ്റ്റേക്ക്, ജസ്റ്റ് സ്റ്റോൺ മിസ്റ്റേക്ക് ഉണ്ട്. അത് മാറ്റി അവിടെ ഒരു ഗ്ലാസ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കാണുന്നത് ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ വീഡിയോ നിങ്ങളൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഗ്ലാസ് അവിടെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് മുകളിലേക്ക് പോയി ഫൈനൽ വ്യൂ നമുക്ക് കാണിക്കാനുണ്ട്. ഇപ്പോൾ ടൈം കുറേ ആയി. എല്ലാവരും ഇത് കണ്ട് ഫുള്ള് കാണണമെന്നും വാച്ച് ചെയ്ത് നമുക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടി തരണമെന്ന് നമ്മൾ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് മുകളിലേക്ക് വന്ന് ഇവിടെ ഒരു ഗ്ലാസ് കൊടുക്കാം.
ഈ ഫൈനൽ വ്യൂ കാണിക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഈ ഡോറുകളൊക്കെ നടക്കാം. ഡോറുകൾ നടക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ മെയിൻ ഹാളിലൊരു അവിടെ ഒരു സോഫ കൊടുക്കാം. നമുക്ക് ഒരു ടേബിൾ കൊടുക്കുകയാണ് ഗൈസ്. ഇപ്പൊ ടേബിൾ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മള് എന്ത് തുടങ്ങുക വെച്ചാൽ നമ്മളൊരു സോഫയും കൊടുക്കാം. ഒരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടി ഒരു സോഫയും കൊടുക്കാം. നമുക്ക് സോഫ എടുക്കണം. കാരണം നമ്മൾ വേറെ സാധനം എടുക്കുന്നത് അത്യാവശ്യം പോകും. എല്ലാവരും ക്രാഫ്റ്റ് ബോർഡ് കളിച്ചു നോക്കുക. ഭയങ്കര രസമാണ്. പരിചയപ്പെടുത്തി അവർക്കൊരു വ്യൂ കൊടുക്കാമല്ലോ. നമ്മളിനി മെയിൻ ഹാളിലൊരു ടേബിളും സോഫയും അറേഞ്ച് ചെയ്യാനാണ് നമ്മളിനി പ്ലാന്. ആദ്യത്തെ ടേബിൾ നമുക്ക് പൊളിക്കാം. അത് ഒരു ബോറായി തോന്നിയതിൽ നമുക്കിവിടെ പൊളിക്കാം. പക്ഷെ ആദ്യം കാർപ്പറ്റ് പൊട്ടിച്ചുകൊണ്ട് അവിടെ സോഫ ഇടുകയാണ്. വൈറ്റ് സോഫ നമ്മൾ വീടൂല കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇനി അവിടെ ഒരു വെള്ള കട്ട കൊടുക്കാം കേട്ടോ. നമ്മൾ അവിടെ സ്റ്റോൺ പൊട്ടിപ്പോയി. ഇവിടെ ഒരു കാർപ്പറ്റിൻ്റെ ഒരു കുറവുണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കി കൊടുക്കാം. നിങ്ങൾ AMKയും ഇവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൊന്ന് അവരെ വക നമുക്കൊന്ന് ഒരു സബ്സ്ക്രൈബ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിമൊക്കെ ഇറങ്ങിയത് തന്നെ. ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ കാരണം അവരെ AMKൻ്റെ ഗെയിമിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. നമ്മൾ ഈ ടേബിളിൻ്റെ ബാക്കി നോക്കാം. പക്ഷെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടേബിളിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഒന്ന് കൊടുത്തു. ഇത് ഒറ്റക്ക് പോരല്ലോ. അപ്പോൾ ഒരു സ്റ്റിക്ക് പോലെ സ്റ്റിക്കും കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം. ആദ്യം സ്റ്റിക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കാർപ്പറ്റ് നോക്കാം. അപ്പോൾ കാശ് നമ്മളെ ഫൈനലി നമ്മളെ ടേബിൾ റെഡിയായി. അപ്പോൾ കാശ് ഇനി നമ്മൾ ഫൈനൽ വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. ഫൈനൽ വ്യൂ ഇതാ കാണിക്കാൻ പോകുന്നു. അപ്പോൾ കാശ് ഇവിടെ നിന്ന് ആരംഭിക്കാം. ഇതാണ് നമ്മളെ ഫൈനൽ വ്യൂ. കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അപ്ഡേറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ റൂം. സെക്കൻഡ് റൂം. അപ്പോൾ നടക്കാം. ഇതാണ് നമ്മളെ കിച്ചൺ. ഇവിടെയൊക്കെ ബോർഡ് കൊടുക്കണമെന്നുണ്ട്. ബോർഡ് കൊടുക്കും. അതുകൂടി നമുക്കത് കുറച്ചും കൂടി ബോർഡൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കാം. ലോങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണോ ലോങ് വീഡിയോ ആണോ വേണ്ടത് അതോ ഷോർട്ട് വീഡിയോ ആണോ വേണം നിങ്ങൾക്ക് കമന്റ് അറിയിക്കാം. അതിപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ലാസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് റൂമുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഡോറടക്കാം. നമ്മൾ നേരെ പോകുന്നത് അടുത്ത റൂമിലേക്കാണ്. ആ റൂമിലേക്ക് പോയിട്ട് അവിടെ അതിനുള്ളിൽ ഒരു റൂമുണ്ട്. ആ റൂമും കണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ഇതാണ് നമ്മൾ ലാസ്റ്റ് വ്യൂ point and let's wind up this video and please support me എന്ന് പറഞ്ഞുകൊണ്ട് bye bye guys. bye പറഞ്ഞു. शिव मंदिर जो आवे खुशबू तेरियां मैं तां इबादत जद भी करा दुआ विच मैं तां तैनू ही रखा की मंगया मैं जानदा मेरा खुदा मैं तैनू भुल्लिया नी कदे भी मैं तैनू भुल्लिया नी जिवे मैं रब भुल्ले